ഹായ് ഫ്രണ്ട്സ്, എല്ലാവരുടെയും പഠനമൊക്കെ എവിടം വരെയായി? അപ്പോൾ നമ്മളിന്ന് 30 ഡേയ്സ് സൂപ്പർ പവർ പ്ലാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ ടൈം ടേബിളല്ല, നമ്മുടെ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ചാനലിൽ ഇപ്പോൾ പുതുതായിട്ടൊരു പ്ലാൻ തുടങ്ങിയിട്ടുണ്ട്, അതിലെയാണ്. ഈ ടൈം ടേബിളിൽ ഓരോ സബ്ജക്റ്റ് വൈസാണ് തീർക്കുന്നത്, അല്ലാതെ ഒരു ദിവസം കുറേ ടോപ്പിക്സായിട്ട് തീർക്കുകയല്ല. അപ്പോൾ ഏതൊരു ബിഗിനറിനും ഈ ടൈം ടേബിൾ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഏതൊരു വീട്ടമ്മമാർക്കും ഈ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നമുക്ക് ഉറപ്പായും 10th പ്രിലിംസ് വിജയിക്കാൻ പറ്റും. അപ്പം ഡേ 1, ഡേ 2 അങ്ങനെ ഡേ 30 വരെയുള്ള പ്ലാനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, ഇതെല്ലാമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 ദിവസമാണ് ഹിസ്റ്ററിയുടെ റിവിഷൻ വരുന്നത്. എന്നിട്ട് നമുക്ക് ഡെയിലി 2 SCERT ചാപ്റ്റേഴ്സ് വീതം ആ സബ്ജക്റ്റ് വൈസ് പഠിക്കാനുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് എൻ്റെ PYQ സെക്ഷനുമുണ്ട്. അപ്പോൾ നമുക്ക് ഡെയിലി ഓവർലോഡ് ആവുന്നില്ല. നമുക്ക് ഡെയിലി 2 ചാപ്റ്റേഴ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് രാത്രി 8 മണിക്കത്തെ ലൈവിൽ PYQ ചെയ്യുമ്പോൾ നമുക്ക് ആ സബ്ജക്റ്റ് സെറ്റാവും. പിന്നെ അതിൽ ബേസ് മുതൽ ഹൈ ക്വാളിഫൈഡ് ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ 3 ദിവസത്തെ ഏതൊക്കെ SCERT ചാപ്റ്റേഴ്സാണ് എന്നാണ് ഞാനിതിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഡേ 1, ഡേ 2ൻ്റെയും എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നാണ് ഡേ 3, അതിന് കംപ്ലീറ്റ് ആക്കണം. എന്നിട്ട് മിസ്സ് പറഞ്ഞു നമുക്ക് ഈ 3 ദിവസത്തെയും PYQൽ വരുന്ന ഹോട്ട് ടോപ്പിക്സ് നിങ്ങളെല്ലാം നോട്ട് ചെയ്യണം. എന്നിട്ട് സൺഡേ അതിൻ്റെ റിവിഷനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ 8 മണിയുടെ PYQ കഴിഞ്ഞിട്ട് ഞാൻ നാളെ ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഹോട്ട് ടോപ്പിക്സ് ഉണ്ടോ അതെല്ലാം നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ